ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ എക്സാം ആവാറായി. അതിന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ കയറി നോക്കാം. ഇഷ്ടംപോലെ വീഡിയോസ് അതിൽ കിടപ്പുണ്ടായിരിക്കും. പഠിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ അധികവും നോക്കുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നായിരിക്കും. സോ കുറച്ചധികം റൈറ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇന്നത്തേത് പാർട്ട് 1, നാളെ വരുന്നത് പാർട്ട് 2 ആയിരിക്കും. സോ ഇന്നും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നാളെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. അധികം സമയമോ അധികം ദിവസമോ നമുക്ക് കളയാനില്ല. ടാഗോർ won the Nobel Prize in Literature in 1913, 1913, becoming the first non-European laureate for his self-translated English work. അദ്ദേഹത്തിന്റെ ഏത് വർക്കിനാണ് നോബൽ പ്രൈസ് കിട്ടിയെന്ന് ചോദിക്കുന്നത്? ഗീതാഞ്ജലിക്കാണ്. ഗീതാഞ്ജലിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഗീതം കൊണ്ട് അഞ്ജലി, സോങ് ഓഫറിങ്സ് ആണ്. ഓക്കെ, ടാഗോർസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീതാഞ്ജലി 1912 പുറത്തിറങ്ങിയത്. വാസ് പബ്ലിഷ്ഡ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ വിച്ച് പ്രോമിനന്റ് പോയറ്റ്? നല്ലൊരു ചോദ്യമാണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. W.B. Yeats ആണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. നല്ല ചോദ്യമാണ്. In 1919, Tagore renounced his British knighthood in protest against which colonial atrocity? ഏതോ ഒരു ഇന്ത്യയെ തിരിച്ചടിച്ച പ്രശ്നമുണ്ടായി. അതിന്റെ പേരിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന പദവി ഒഴിവാക്കുന്നത്, റിജക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേതായിരുന്നു സംഭവം? ജാലിയൻ വാലാബാഗ് മാസക്കർ അല്ലെങ്കിൽ കൂട്ടക്കൊലയോട് സംബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം അമൃത്സറിൽ വെച്ച് ആ ഒരു പരിപാടി ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ടാഗോർ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു അവാർഡ് തിരിച്ചു കൊടുക്കുന്നത്, ആ ഒരു പദവി. Tagore composed India's national anthem, ജനഗണമന, and also wrote the national anthem of Bangladesh. ഇതൊരു ജനറൽ നോളജ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താൽ മതി. ഇനി ആ സോങ്ങിന്റെ പേര് അമർ ഷൊനാർ ബംഗ്ല എന്ന് പറയുന്നതാണ്. അത് അതിന്റെ അഡാപ്റ്റഡ് ആസ് ബംഗ്ലാദേശ് നാഷണൽ ആന്തം ആഫ്റ്റർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഇൻ 1971. 1971 ബംഗ്ലാദേശ് അതിന്റെ നാഷണൽ ആന്തമായിട്ട് അമർ ഷൊനാർ ബംഗ്ല എന്ന് പറയുന്ന ഗാനമെടുക്കുന്നുണ്ട്. ടാഗോർ ഫൗണ്ടഡ് വിച്ച് എക്സ്പെരിമെന്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ശാന്തിനികേതൻ, ലേറ്റർ ബിക്കമിങ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി? അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്തായിരുന്നു? വിശ്വഭാരതി. അത് പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയും ചെയ്തു. അത് 1921 വന്നിട്ടുള്ളത്. എന്തായിരുന്നു അതിൽ പഠിപ്പിച്ചിരുന്നത്? ഐഡിയൽസ് ഓഫ് ഹോളിസ്റ്റിക് നേച്ചർ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ബ്ലെൻഡിങ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ലേണിംഗ്, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ടാഗോർസ് നോവൽ ഖരെ ബൈരെ, ദ ഹോം ആൻഡ് ദ വേൾഡ്, എൻഗേജസ് ക്രിട്ടിക്കലി വിത്ത് വിച്ച് പൊളിറ്റിക്കൽ മൂവ്മെന്റ്? സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെന്റുമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, ടാഗോർസ് ഓണറിഫിക് ടൈറ്റിൽ വൈഡ്ലി യൂസ് ടു അഡ്രസ് ഹിം വിത്ത് റെഫറൻസീസ്, അദ്ദേഹത്തിന്റെ ഓണറിഫിക് ടൈറ്റിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഗുരുദേവ് എന്നുള്ളതാണ്. ഗുരുദേവ് മീൻസ് ഡിവൈൻ ടീച്ചർ. ബിസൈഡ്സ് ലിറ്ററേച്ചർ, Tagore took up which artistic pursuit relatively late in life, exhibiting his work internationally? അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ കൂടാതെ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് പെർസ്യൂട്ട് ഏതായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. പെയിന്റിങ്. പെയിന്റിങ്ങും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. പ്രോട്ടോ മോഡേണിസ്റ്റ് ടൈപ്പാണ് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നത്. ടാഗോർസ് നോവൽ ഗോറ. അപ്പോൾ ഗോറ എഴുതിയതാരാ? ടാഗോർ. Turns on the protagonist's shocking discovery that he is not a Hindu by birth, but protagonistന്റെ ഷോക്കിംഗ് ഡിസ്കവറി എന്തായിരുന്നു? The orphaned son of Irish parents raised by his Bengali foster mother. This revelation dismantles Gora's rigid Hindu nationalist conventions. അതായത് ഒരാള് തന്റെ ഐഡന്റിറ്റി അതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യത്യാസം വരും അയാളുടെ സ്വഭാവത്തിൽ. ഓക്കെ, central to the novel's exploration of identity, caste and belonging. Tagore's short play, The Post Office, Daghar, centers on a dying child named Amal. So Amal is terminally ill എന്നാണ് പറയുന്നത്. എങ്ങനെ? He sees outside world through his window.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഡെത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Sarojini Naidu is popularly known as what? The Nightingale of India. Naidu's first poetry collection, published in 1905 with encouragement from English literary figures, is titled The Golden Threshold. Okay. ഇതിലൂടെയാണ്, ഈ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലൂടെയാണ് നായിഡുവിനെ ഇംഗ്ലീഷ് റീഡേഴ്സിന്റെ അടുത്തേക്ക്, വെസ്റ്റേണിലേക്ക് പോപ്പുലർ ആക്കിയത്. Naidu's early poetic career in England was significantly encouraged and mentored by which two literary figures, Edmund Gosse and Arthur Symons. എൻകറേജ് ചെയ്ത ആൾക്കാർ, മെന്റേർഡ് ചെയ്ത ആൾക്കാർ. 1925, Sarojini Naidu became the first Indian woman to hold which significant political position? പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നല്ലൊരു ചോദ്യമാണ്, ഈ PSC പരീക്ഷകൾക്കൊക്കെ വരാറുണ്ട്. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ഹിസ്റ്റോറിക് വുമൻ, ഇന്ത്യൻ വുമൻ ആയിട്ട് ഇവർ തെരഞ്ഞെടുക്കപ്പെടുന്നത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, സരോജിനി നായിഡു became the first woman governor of which state? ഉത്തർപ്രദേശിലാണ്. Naidu's poetry collection, The Bird of Time, 1912 പുറത്തിറങ്ങിയത്, reflects her characteristic engagement with Indian imagery, love and patriotic themes. Okay, ഇന്ത്യൻ സെറ്റിങ്ങിലുള്ള റൊമാൻറ്റിക് ലവ് ആയിട്ടുള്ള പാട്രിയോട്ടിക് സെൻസിബിലിറ്റി അവർ പുറത്തെടുക്കാൻ തുടങ്ങി. The Bird of Time. Sarojini Naidu's poem In the Bazaars of Hyderabad is celebrated for its vivid depiction of the sensory richness of an Indian marketplace. The Bazaars of Hyderabad. ബസാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, Naidu's collection, The Broken Wing, 1917 എഴുതിയത്, includes the poem The Gift of India, which commemorates. അപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ കിട്ടും. ദ ബ്രോക്കൺ വിങ് എഴുതിയത് ആരാണ്? നായിഡു ആണ്. അതെന്ന് വന്ന് 1917. ഇൻക്ലൂഡ്സ് ദ പോയം ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ്? നായിഡു. എന്താണ് പറയുന്നത്? ദ സാക്രിഫൈസസ് ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ് ഇൻ വേൾഡ് വാർ 1. ഓക്കെ, ഇന്ത്യൻ സോൾജിയേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. Who fought for Britain during First World War. അപ്പോ ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യയിൽ പറയുന്നതാണ് കേട്ടോ. നായിഡു വാസ് ബോൺ ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി? ലേറ്റർ ഓൾസോ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഹെർ ലിറ്റററി ആൻഡ് പൊളിറ്റിക്കൽ കരിയർ. അസോസിയേറ്റ് ചെയ്ത ഇന്ത്യൻ സിറ്റി ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിൽ തന്നെയാണ് അവർ 1879 ജനിക്കുന്നത്. നായിഡുസ് പോയം പെർലക്കിൻ ബെറസ്, നല്ല പോയമാണ്, ഗ്രേറ്റ് പോയമാണ്. എംപ്ലോയ്സ് വിച്ച് ഫോർമൽ ടെക്നിക് to mimic the rhythmic swaying motion of its subject? ഏതാണ്? എൽറ്റിംഗ് മ്യൂസിക്കൽ മീറ്റർ imitating the bearer's swaying gait. ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുടെ ഇമിറ്റേഷൻ, അവരുടെ സൗണ്ടിന്റെ ഇമിറ്റേഷൻ ആണ് ഇവര് കൊണ്ടുവരുന്നത്. അതായത് അവരുടെ ഹോൾമാർക്ക് ആയിരുന്നു മ്യൂസിക്കൽ ലിറിസിസം എന്ന് പറയുന്നത് നായിഡുവിന്. ശ്രീ അരബിന്ദോസ് massive philosophical epic poem, considered his magnum opus based on a Mahabharata legend, is titled. അരബിന്ദോന്റെ ഏറ്റവും പ്രശസ്തമായ മഹാഭാരതം ബേസ് ചെയ്തിട്ടുള്ള എപ്പിക് പോയം ഏത്? സാവിത്രി എന്നുള്ളതാണ് അരബിന്ദോന്റെ എപ്പിക് പോയത്തിന്റെ പേര്, സാവിത്രി. എ ലെജൻഡ് ആൻഡ് എ സിംബൽ. ഓക്കെ, 2400 വരികളിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ആണ് അത്, അരബിന്ദോന്റെ സാവിത്രി. സാവിത്രി റീടെൽസ് the Mahabharata story of a devoted wife who follows death itself to reclaim her husband, named സത്യവാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടും സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന കഥ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. സോ before turning to spiritual philosophy, Sri Aurobindo was tried in which famous early 20th century case tied to revolutionary nationalist activity? The Lipur Bok case. ഓക്കെ, അരബിന്ദോന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. 1908 അത് ഉണ്ടാവുന്നത്.
കാരണം അദ്ദേഹം അത്രയും കാലം പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് ശേഷം അദ്ദേഹം പൊളിറ്റിക്സിൽ നിന്ന് മാറി സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നുണ്ട്. ആഫ്റ്റർ അക്വിറ്റൽ അരവിന്ദോ സെറ്റിൽഡ് ഇൻ വിച്ച് ടൗൺ? പോണ്ടിച്ചേരിയിലാണ് അരവിന്ദോ വന്ന് അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടാക്കുന്നത്. 1910 കാലഘട്ടത്തിൽ, വിച്ച് വാസ് ഫ്രഞ്ച് കൺട്രോൾഡ് പോണ്ടിച്ചേരി. ഇന്നും പോണ്ടിച്ചേരിയുടെ ഒരു മഹത്വം നമുക്കറിയാം. അരവിന്ദോസ് മേജർ പ്രോസ് വർക്ക് ഔട്ട്ലൈനിങ് ഹിസ് സ്പിരിച്വൽ ഫിലോസഫിക്കൽ വിഷൻ ഓഫ് എവല്യൂഷണറി കോൺഷ്യസ്നസ് ഈസ് ടൈറ്റിൽഡ്. അദ്ദേഹത്തിന്റെ മേജർ വർക്ക്, പ്രോസ് വർക്കിൽ ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും വരുന്ന വർക്കിന്റെ പേര് ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത്. The Arvindo's philosophy of spiritual practice, integrating multiple traditional yogic paths, is known as integral yoga. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്നുള്ള ചോദ്യമാണ്. As a young nationalist, Aravindo edited which influential revolutionary newspaper? Bande Mataram. Okay, Bande Mataram. Advocating for complete independence, പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടാണ് അവര് എഴുതിക്കൊണ്ടിരുന്നത്. ബന്ദയാണ്, ബന്ദയല്ല, ബന്ദേ മാതരം. അരവിന്ദോ റിസീവ്ഡ് പാർട്ട് ഓഫ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലണ്ട് അറ്റ് കിങ്സ് കോളേജ്, കേംബ്രിഡ്ജ്. സോ ഫേമസ് ആണ് കിങ്സ് കോളേജ്. കുറെ പ്രശസ്തരായ ആൾക്കാർ ഇവിടെ ഉണ്ട്, കിങ്സ് കോളേജിലുണ്ട്, കേംബ്രിഡ്ജിൽ. അരവിന്ദോസ് commentary and philosophical interpretation of the Bhagavad Gita is presented in which work? Essays on the Gita. അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ, എസ്സൈസ് വരുന്നത് ഏതിലാ? എസ്സൈസ് ഓൺ ദ ഗീത എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ്. സാവിത്രി is a notable among modern long poems for being composed almost entirely in blank verse. നമ്മൾ നേരത്തെ പറഞ്ഞു സത്യവാൻ സാവിത്രി എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. 2400-ലധികം വരികളുണ്ട്, 24,000-ലധികം വരികളുണ്ട്. അത് എങ്ങനെ എഴുതിയിട്ടുള്ളത്? ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. ലൈക്ക് മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതിയിട്ടുള്ള പോലെ ബ്ലാങ്ക് വേഴ്സിൽ. Thorodot's most celebrated posthumous poetry collection, retelling Indian legends in English verse, is titled Ancient Ballads and Legends of Hindustan. Okay. Ancient Ballads and Legends of Hindustan. 1882 ആണ് ഇറങ്ങുന്നത്. പക്ഷേ ഇത് പോസ്റ്റമസ്ലി, അവരുടെ മരണശേഷമാണ് ഇറങ്ങുന്നത്. Thorodot's celebrated poem, Our Casuarina Tree, meditates on mortality and memory through the image of whom? A tree in her family garden. എന്തുകൊണ്ട്? The poem uses the towering casuarina tree of her family garden as an anchor for memory loss and meditation on time. അപ്പോൾ ആ ഒരു ട്രീ എന്തൊക്കെ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. That's early volume, A Sheep Gleaned in French Fields, 1876 ഇറങ്ങിയിട്ടുള്ളത്. Consists chiefly on English translations of French poetry. Okay, English translation of French poetry ആണ്. Okay. That died tragically young at the age of 21 from which illness? Tuberculosis മൂലമാണ് 1877 21-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. In addition to English, that was notably also fluent in and wrote literary works in French. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഫ്രഞ്ച് നോവലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. Thorodot belonged to a prominent Bengali family, notable for its early conversion to which religion? ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റപ്പെട്ട ഒരു കുടുംബത്തിലാണ് ദത്ത് ഉണ്ടായിരുന്നത്. That's unfinished English language novel is titled Bianca, or the Young Spanish Maiden. Bianca. An unfinished novel ആയിരുന്നു. That is often regarded alongside her sister Arudhat, Thorodotella Arudhat, considered with translations as among the earliest Indian women poets writing in English. Okay. That received part of her education in which 2 European countries? ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും പോയിട്ടാണ് തോറദത്ത് പഠിക്കുന്നത്. That's poem Lakshman from Ancient Ballads and Legends of Hindustan retells episodes from which Indian epic? രാമായണത്തിൽ നിന്നുള്ള പോയം അല്ലെങ്കിൽ ഒരു ഡെപിക്ഷൻ ആണ് ലക്ഷ്മൺ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് കാണാൻ പറ്റുക. അത് ഏതിൽ നിന്നാണ് വന്നിട്ടുള്ള? അവരുടെ പ്രധാനപ്പെട്ട ആൻഷ്യൻ ബല്ലാഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതാണ് വന്നിട്ടുള്ളത്.
ഗിരീഷ് കർണാഡ്സ് സെലിബ്രേറ്റഡ് പ്ലേ തുഗ്ലക് 1964 ഇറങ്ങിയത്. ഡ്രാമാറ്റൈസസ് ദ റൈൻ ഓഫ് വിച്ച് 14th സെഞ്ചുറി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കഥയാണ് അല്ലെ. കർണാഡ്സ് പ്ലേ ഹയവദന 1971 ഇറങ്ങുന്നത്. റോസ് ഓൺ എ സ്റ്റോറി ഇൻവോൾവിംഗ് ട്രാൻസ്പോസ്ഡ് ഹെഡ്സ്. പ്ലോട്ട് ആൾസോ യൂസ്ഡ് ബൈ വിച്ച് ജർമ്മൻ നോവലിസ്റ്റ്. തോമസ് മാന്റെ വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. അതായത് ആ പ്ലോട്ട് തല മാറ്റി വെക്കപ്പെടുന്ന ഈ പ്ലോട്ട് ആരെഴുതിയിട്ടുണ്ട്? തോമസ് മാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതിൽ നിന്നാണ് ഇത് വരുന്നത്? ഇറ്റ് ഡിറൈവ്സ് ഫ്രം ആൻ ആൻഷ്യന്റ് ഇന്ത്യൻ ടെയിൽ ഇൻ കഥാസരിത സാഗര എന്ന് പറയുന്നത് എന്താണ്? കർണാട് ഇത് എടുക്കുന്നത്. പക്ഷെ തോമസ് മാനും അദ്ദേഹത്തിന്റെ ഒരു നോവലയായിട്ട് ദ ട്രാൻസ്പോസ് ഹെഡ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. കർണാഡ്സ് പ്ലേ നാഗമണ്ഡല ഈസ് ബേസ്ഡ് ഓൺ കന്നഡ ഫോക്ക് ടെയിൽസ് ഇൻവോൾവിംഗ് എ കോബ്ര. അത് നമുക്ക് സോ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. കർണാഡ് വോൺ ദ ജ്ഞാൻപീഠ് അവാർഡ്. കോൺട്രിബ്യൂഷൻ ടു വിച്ച് ലാംഗ്വേജ് ലിറ്ററേച്ചർ. കന്നഡ ഭാഷയ്ക്ക് വേണ്ടി എഴുതിയത് കൊണ്ടാണ് ജ്ഞാനപീഠം അവാർഡ് അദ്ദേഹത്തിന് 1998 കിട്ടുന്നത്. കർണാഡ് സ്റ്റഡീഡ് അറ്റ് ഓക്സ്ഫോർഡ് ആസ് റോഡ് സ്കോളർ, ഏർണിംഗ് MA in ഫിലോസഫി, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് അറ്റ് മക്ഡാലൻ കോളേജിൽ വെച്ചിട്ടാണ് അദ്ദേഹം എടുക്കുന്നത് 1960 മുതൽ 63 വരെ. തുഗ്ലക് is widely read as an allegorical critique of the idealism and disillusionment surrounding which Indian political era. നെഹ്റുവിയൻ era of early independent India. നമുക്ക് 1947 ശേഷമുള്ള നെഹ്റുവിയൻ ഇറയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. Tughlaq's grand but failed in reforms are widely read as a commentary on the gap between Nehruvian idealism and post-independence reality. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം, നെഹ്റുവിയൻ ഐഡിയലിസവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള റിയാലിറ്റിയുമുള്ള ഒരു അന്തരമാണ് തുഗ്ലക്കിൽ കൂടെ ഇത് കാണിച്ചു തരുന്നത്. ബിസൈഡ്സ് പ്ലേ റൈറ്റിംഗ്, കർണാഡ് വാസ് ഓൾസോ നോട്ടബിളി ആക്റ്റീവ് ആസ് ആൻ ആക്ടർ ആൻഡ് ഫിലിം ഡയറക്ടർ. അദ്ദേഹം പടമൊക്കെ ചെയ്തിട്ടുണ്ട്. Karnad served as director of which prominent Indian film institution? The Film and Television Institute of India, FTII. Okay, FTII. Karnad's plays frequently draw structurally and thematically on Indian myth, folklore and history. അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. വ്യത്യാസമുള്ള തീംസ് എല്ലാം എടുത്തുകൊണ്ട് വരാറാണ്. Karnad typically wrote plays first in Kannada before ട്രാൻസ്ലേറ്റിംഗ് ദം ഇൻ ടു ഇംഗ്ലീഷ് ഹിംസെൽഫ്. അപ്പോൾ കന്നഡയിൽ എഴുതുന്ന അദ്ദേഹമാണ്, തിരിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. കാരണം ഒരാൾ എഴുതി അത് വേറൊരാളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് എസൻസ് പോകും. ഇവിടെ അത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. സോ നമ്മൾ ഇന്ന് നിർത്തുകയാണ്. ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിൽ വരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ച്. അപ്പോൾ നാളെ എന്ത് ചെയ്യാം, ഇതിന്റെ പാർട്ട് 2 ആയിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. വാട്ട് എവർ യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം അത് നിങ്ങൾക്കുള്ളതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ബി ഗുഡ്. കാരണം ഒരു 4 ദിവസം കൂടി നമ്മുടെ പരീക്ഷയ്ക്കുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പാസ്സാവണം നമുക്ക് ഇപ്രാവശ്യം. എനിവേ, എന്തെങ്കിലും ഒരു ടോപ്പിക്, റൈറ്റർ, ഓതർ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ്. വി വിൽ സീ യു ടുമോറോ. ബൈ ബൈ.